ശ്ലോകം 5. സവിഷാദഭരം സയാജ്ഞം ഉച്ചൈഃ. ആരൊക്കെയുണ്ട്? ആ ഗോപികളെല്ലാവരും ചേർന്നിരിക്കുന്നു. എന്തെന്നില്ലാത്ത വിഷാദത്തോടുകൂടി, ദുഃഖത്തോടുകൂടി, ഭാരിച്ച സവിഷാദഭരം, ഭാരിച്ച ദുഃഖത്തോടുകൂടി, സയാജ്ഞം പോകരുതേ കിട്ടോ, പോകരുതേ കിട്ടോ എന്ന് പറയുകയാണോ തോന്നുമാറ് അവരെല്ലാവരും വഴിയിൽ നിൽക്കണു. സയാജ്ഞം എങ്ങനെ? ഉച്ചൈഃ, ചുണ്ടുകൾ അനങ്ങുണ്ടോ, ചുണ്ടുകൾ അനങ്ങുണ്ടോ എന്ന് തോന്നിപ്പോകും. സയാജ്ഞ ഉച്ചൈഃ. അതിദൂരം വനിതാഭിലക്ഷ്യമാണ്. അങ്ങനെ ഭഗവാന്റെ ആ തേര് പോയി വളരെ ദൂരം വരെ പോയിട്ടും അവർ ആ നോട്ടം നിർത്തിയിട്ടില്ല. അപ്പോഴാണ് ഭഗവാൻ നോക്കിയത്. എന്താണ്? ഇവിടെ വെച്ച് നോക്കിയാൽ അവർ വിടില്ല, അവരുടെ ദുഃഖം സഹിക്കാൻ സാധിക്കില്ല. അവിടെ ഇവിടെ വെച്ച് നോക്കിയില്ല, അവിടെ പോയിട്ട് പോകാൻ തിരിഞ്ഞു നോക്കിയപ്പോഴോ ഇപ്പോഴും അവർ നോക്കിക്കൊണ്ട് നിൽക്കണു. അതിദൂരം വനിതാഭിരീക്ഷ്യമാണ്. മൃദു തദ്ദിശിപാതയെന്നപാങ്കാൻ, തൻ്റെ ആ അപാംഗദൃശിയെ ആ വഴിക്ക് തന്നെ, ആ ഗോപികൾ നിൽക്കുന്ന ആ സ്ഥാനത്തേക്ക് തന്നെ ആയിക്കൊണ്ട് സബലഹ, ആ എട്ടനോടുകൂടി അക്രൂരരഥേന നിർഗതോഭൂ, അക്രൂരിൻ്റെ രഥത്തിൽ ആ വൃന്ദാവനത്തിൽ നിന്ന് പുറപ്പെട്ടു. അവസാനത്തെയാണ്, പിന്നെ ഇനി അങ്ങോട്ട് പോയിട്ടില്ല. ബലരാമൻ വീണ്ടും പോയി, പക്ഷേ കൃഷ്ണൻ പിന്നീട് പോയിട്ടേയില്ല, അങ്ങോട്ട് പോയിട്ടേയില്ല. അവിടെ അതാലോചിക്കുമ്പോൾ നമുക്ക് കൂടി മനസ്സിന് ദുഃഖം വരും. ആ യശോദയുടെയും മറ്റു സ്ഥിതി എന്താണ്? നന്ദഗോപുരം പിന്നെയും കണ്ടു എന്ന് വയ്ക്കാം, യശോദ കണ്ടിട്ടില്ല, അതിനുശേഷം കണ്ടിട്ടേയില്ല. പിന്നെ സെമന്ത പഞ്ചകത്തിൽ വെച്ചിട്ടാണ് പിന്നീട് കാണുന്നത്, അതുവരെ കണ്ടിട്ട്. സെമന്ത പഞ്ചകത്തിൽ എത്തുമ്പോഴേക്ക് 75 വയസ്സായിട്ടുണ്ടാവും. അപ്പോഴാണ് മൃദു തദ്ദിശിപാതയെന്നപാങ്കാൻ, തൻ്റെ ആ വീക്ഷണത്തിന്, ആ കടക്കൺ നോട്ടത്തിന് ആ ദിക്കിൽ, ഏത് ദിക്കിലാണോ ഈ ഗോപിമാരുണ്ടായിരുന്നത് ആ ദിക്കിലേക്ക് വായിച്ചുകൊണ്ട് സബല, ഏട്ടനോടുകൂടി അക്രൂരരഥേന, അക്രൂരരഥത്തിൽ നിർഗതോഭൂ, അങ്ങനെ പുറപ്പെട്ട് പോയി. ശ്ലോകം 6. അനസാ ബഹുലേന വല്ലവാനം. കംസൻ്റെ ആജ്ഞ എല്ലാവരും അറിയിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും പുറപ്പെട്ടു. ഞാനുമുണ്ട്, ഞാനുമുണ്ട് എന്ന് പറഞ്ഞ് ഒരു തീർത്ഥയാത്ര പോകുന്ന പോലെ അവരെല്ലാവരും പുറപ്പെട്ടു. എല്ലാവർക്കും വണ്ടിയുണ്ട്. അതാണ്, അവരവരുടെ വണ്ടിയിൽ അവരുടെ കയ്യിൽ എന്തുണ്ടോ അത് എടുത്തിട്ടാണ് വരുന്നത്. വല്ലവാനാം, ആ ഗോപന്മാർ, വല്ലവന്മാർ, ഗോപന്മാർ, അനസാ ബഹുലേന, ധാരാളം വണ്ടികൾ, ബഹുലമായ വണ്ടികൾ, ധാരാളം വണ്ടികളിൽ ആ ഗോപന്മാർ പിന്നാലെ, രഥത്തിൻ്റെ പിന്നാലെ പുറപ്പെട്ടു. സ്ത്രീകൾക്കത് പോകാൻ പറ്റുമോ? ഇല്ല, അവർ വീട്ടിൽ തന്നെ ഇരിക്കണു. പക്ഷെ അവരും പോയി. മനസാചാനുഗതോധ വല്ലഭാനം, ആ ഗോപിമാർ മനസ്സുകൊണ്ട് ഭഗവാനെ പിന്തുടർന്നു, മനസ്സുകൊണ്ട് ഭഗവാനെ അനുഗമിച്ചു. ദുഃഖം അവർക്ക് മാത്രമാണോ? അല്ല, ആ കാട്ടിന് തന്നെ ദുഃഖം. വനം, ആർത്തമൃഗം, എല്ലാ മാനുകളും ഭഗവാന്റെ രഥത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആർത്തരന്മാരെ ദുഃഖിതരായി. വിഷണ്ണ വൃക്ഷം, ഇതിന് വൃക്ഷങ്ങൾ പോലും ദുഃഖിച്ചു, അവരുടെ ഇലകളെല്ലാം കൂമ്പി. ഭഗവാന്റെ പോകുന്നതിലുള്ള ആ സങ്കടത്തിൽ അങ്ങനെ ആ മാനുകളെയും വൃക്ഷങ്ങളെയും കാടിനെയും കടന്ന് സമതീതോ, അവിടെ കടന്ന് യമുനാതടീമയാസി, യമുനാ തീരത്ത്, യമുനാ നദിയുടെ കരയിൽ എത്തിച്ചേർന്നു. ശ്ലോകം 7. നിയമായ നിമജ്ജവാരിണി, എപ്പോൾ യമുനാ തീരത്ത് എത്തിയോ അക്രൂരൻ പറഞ്ഞു, കൃഷ്ണ, ബലരാമ, ഞാനൊന്ന് സന്ധ്യാവന്ദനത്തിന് പോയിട്ട് വരട്ടെ.
നദിയിലിറങ്ങി കുളിച്ചിട്ട് വരാം. നിയമായ ആ ഉച്ചയ്ക്കുള്ളതായ നിയമം ആണ്. പ്രഭാതത്തിലെ മധ്യാഹ്നത്തിൽ കുളിച്ച് ഭഗവാനെ ഭജിച്ചിട്ട് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നു. നിയമായ നിമജ്യ യമുനയിൽ ഇറങ്ങി അങ്ങോട്ട് മുങ്ങി കുളിച്ചു. നോക്കണേ, ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യം. പുണ്യശാലി, പുണ്യം ചെയ്തവരിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആണ്. എന്തുകൊണ്ട്? ഈ ഭഗവാന്റെ കൂടെ വരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഇതാണ്. നിയമായ നിമജ്യ വാരിണിത്വം. മധ്യാഹ്ന സന്ധ്യാവന്ദനത്തിന് വേണ്ടി ആ യമുനയിൽ ഇറങ്ങി കുളിച്ചു. അഭിവീക്ഷ്യാധര ദേവി ഗാന്ധിനേയ. എപ്പോഴാണോ അവിടെ ഇറങ്ങിയത്, ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ രഥം ഇരിക്കുന്നു. അതിൽ ബലരാമനും കുട്ടിയും ഇരിക്കുന്നു, കൃഷ്ണനും ഇരിക്കുന്നു. വിവശോജനി, എന്തെന്നില്ലാത്ത ദുഃഖത്തോടിയനായി പരവശനായി. കിംനിതം, ഇതെന്താ ഇങ്ങനെ? വിഭോ, ഇതിലെന്താ ആശ്ചര്യം? അതാണ് മേൽപ്പത്തൂർ പറയുന്നത്. തേനനുചിത്രം ദ്വവലോകനം സമന്താത്. അങ്ങ് ആരാണ്? സർവവ്യാപിയാണ്. സർവവ്യാപിയായ അങ്ങയെ എല്ലായിടത്തും എല്ലാറ്റിലും കാണുന്നതിൽ എന്താ തെറ്റുള്ളത്? അതാണ്. ജ്ഞാനിയായ അക്രൂരന് പോലും അത് മറന്നു. അതാണ്. കിം ഇതം വിഭോസ്തേ, ഇതിലെന്താ ആശ്ചര്യമുള്ളത്? ഇതം കിം, ഇതിലെന്താ ആശ്ചര്യമുള്ളത്? നനുചിത്രം അവലോകനം, തേ അവലോകനം, അങ്ങയെ കാണുന്നത്. സമന്ത, എല്ലായിടത്തും കാണുന്നത്. ചിത്രം ധനു ആശ്ചര്യമാണോ? അല്ല. അതായത് ഭഗവാൻ സർവവ്യാപിയാണ്, എല്ലായിടത്തും ഭഗവാനുണ്ട്. അപ്പോൾ എവിടെ നമ്മൾ നോക്കുന്നുവോ നമ്മുടെ ദൃഷ്ടി അനുസരിച്ചാണ്. എല്ലാറ്റിലും ഭഗവാനെ നമുക്ക് ദർശിക്കാം. അതാണിപ്പോൾ അക്രൂരൻ ചെയ്തത് എന്ന് മേൽപ്പത്തൂർ പറയുകയാണ്. വാസ്തവത്തിൽ അക്രൂരൻ അവിടെ കണ്ടു. അതാണ്. അപ്പോൾ എപ്പോഴാണോ തൻ്റെ സന്ധ്യാവന്ദനത്തിനായി യമുനാനദിയിലിറങ്ങി മുങ്ങിയത്, അവിടെ രഥത്തിൽ കൃഷ്ണനും ബലരാമനും ഇരിക്കുന്നതായിട്ട് ഗാന്ധിനേയ അക്രൂരൻ കണ്ടു. വിവശോജനി, അപ്പോഴാണ് എന്തെന്നില്ലാത്ത പരവശത വന്നത്. കുട്ടികളോട് പറഞ്ഞതാണ്, ഇറങ്ങരുത് കേട്ടോ, ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നോക്കാതെ കണ്ട് ആ രഥം തന്നെ വന്നിട്ട് വെള്ളത്തിൽ വീണു എന്നാണ് വിചാരിച്ചത്. വിവശോജനി. അപ്പോൾ മേൽപ്പത്തൂർ പറയുകയാണ്, അതിൽ കണ്ടതിൽ അതിശയമൊന്നുമില്ല. തേ അവലോകനം, അങ്ങയെ കാണുന്നത്. ഇവിടെ സമന്ത, എല്ലായിടത്തും ചുറ്റും എല്ലാറ്റിലും എല്ലായിടത്തും അങ്ങയെ കാണുന്നതിൽ ചിത്രമാണോ ആശ്ചര്യമാണോ? അല്ല. എന്തുകൊണ്ട്? അങ്ങ് സർവവ്യാപിയാണ് എന്ന് മേൽപ്പത്തൂർ നമ്മളോട് പറയുകയാണ്. അക്രൂരന് ഇതറിയാം, അറിയാതെയല്ല. പക്ഷേ തൽക്കാലം ഭയപ്പെട്ടു. ആ രഥം എങ്ങനെയോ വെള്ളത്തിനുള്ളിൽ വന്ന് വീണു എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ ഒന്ന് പൊന്തി നോക്കി, അവിടെ രഥമുണ്ടോ നോക്കാൻ. അതാണ്